എല്ലാവർക്കും ലൗഡ് പോഡ്കാസ്റ്റിന്റെ മറ്റു സുന്ദരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നല്ല രീതിയിൽ സർപ്രൈസിങ് ആയിട്ടുള്ള പല എലമെൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക, അതുപോലെ തുടർന്നുള്ള വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള കഥയാണ്. ഇപ്പോൾ കഥ എന്ന് പറയുമ്പോൾ എന്നെ മാറി ചിന്തിപ്പിച്ച ഒരു കഥയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി കാരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം. അപ്പോൾ ആ വ്യക്തിയുടെയും എൻ്റെയും കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിലും റിലേറ്റബിളായിട്ടുള്ള കഥകൾ ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല അല്ലേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ സമയം കളയാൻ കഥയിലേക്ക് പോവാം. അതായത് ഞാൻ പഠിക്കുന്ന കോളേജിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കാണുന്നു. അതായത് അധികം മിങ്കിളിങ് ഇല്ല, പാർട്ടി പ്രവർത്തകയാണെങ്കിൽ പോലും അധികം മിങ്കിളിങ് ഇല്ലാത്തൊരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മിങ്കിളിങ് ഇല്ലെങ്കിലും ആക്റ്റീവാണ്. സാധാരണ ഇൻട്രോവേർട്ടുകൾ ശരിക്കും പറഞ്ഞാൽ അത്ര ആക്റ്റീവല്ല. മിങ്കിളിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. ഇവിടെ എങ്ങനെയല്ല, ഇൻട്രോവേർട്ടാണ്, മിങ്കിളിങ് കുറവാണെങ്കിൽ പോലും ആക്റ്റീവ്നെസ്സിൽ യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയിൽ നോട്ടീസ് ചെയ്യേണ്ട അതേ കാരണം അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് എന്നുള്ളത്. ഈവൻ ഞാൻ ഇൻട്രോവേർട്ടായിരിക്കുമ്പോൾ പോലും ഞാൻ ആക്റ്റീവുമല്ല, അതുപോലെ തന്നെ ഞാൻ മിങ്കിളിങ്ങും ഇല്ല. രണ്ടും സമാസമായിരുന്നു, ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിരുന്നു എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത്. ഓക്കെ, ഈ വ്യക്തി സംബന്ധിച്ചോളം ഈ പെൺകുട്ടി നല്ല രീതിയിൽ പാട്ട് പാടും, നല്ല രീതിയിൽ പറഞ്ഞ പോലെ പോയട്രി എഴുതും. അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല. അതുപോലെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ മിടുക്കുകയാണ്, പഠനത്തിലും മിടുക്കുകയാണ്, എല്ലാ കാര്യത്തിലും മിടുക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഈ കുട്ടീനെ നോക്കിക്കൂടാ എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഞാൻ നോക്കുമ്പോൾ ടഫായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ അത്ര വ്യവഹാരമായിട്ട് കമ്പനി ആവില്ല, പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിനോട്. വളരെ ടഫാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കമ്പനി ആവാം എന്ന് വിചാരിച്ചു. കമ്പനി ആവാൻ വേണ്ടി പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് മെസ്സേജ് മാത്രം. കാരണം താല്പര്യം കുറവാണല്ലോ, ഞാൻ സ്ട്രേഞ്ചർ ആണല്ലോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഇതൊന്നും കരക്കിടിപ്പിക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ശരി, ഞാൻ നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. നേരിട്ട് സംസാരിച്ചു നോക്കി. അപ്പോഴും ഈ വ്യക്തി തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ ആലോചിച്ചു ഈ പെൺകുട്ടി എന്തെങ്ങനെ ആലോചിച്ചു. അതായത് ആക്റ്റീവാണ്, പക്ഷേ ആരോടും മിണ്ടില്ല അത്ര വേഗം, പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിനോട് ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെ. പക്ഷെ എന്നാലും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഒന്നും മിണ്ടിക്കാനായിട്ട്, കമ്പനി ആവാൻ വേണ്ടിയിട്ട്. സെറ്റാവാണെങ്കിൽ ആവട്ടെ എന്നുള്ള മൈൻഡിൽ. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വ്യക്തിയെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ അത്ര വേഗം കമ്പനി ആവില്ല, അങ്ങോട്ട് മിണ്ടിയാൽ മാത്രം ഇങ്ങോട്ടും മിണ്ടുന്ന ഒരു ടൈപ്പാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വെച്ചത് നല്ല വിദ്യാഭ്യാസവും നല്ല ഇംഗ്ലീഷും ഉണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്വതയുണ്ടെന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല എതിരെ നിൽക്കുന്ന ആൾക്ക് എന്നും ഒരു വെല്ലുവിളി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരിക്കലും സിമ്പിളായിട്ടുള്ളത് താല്പര്യമില്ല, ടഫായിട്ടുള്ള താല്പര്യമുള്ളൂ. പക്ഷേ വീണ്ടും ട്രൈ ചെയ്യുമ്പോഴും പരാജയപ്പെടുന്ന രീതി. ഞാൻ എത്രത്തോളം പുതിയ പ്ലാൻ തയ്യാറാക്കുക അതൊക്കെ പരാജയപ്പെടുത്താണ്. എനിക്കിപ്പോഴും അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ വ്യക്തിയിൽ നിന്നും പഠിച്ച പാഠം എന്ന് പറയുന്നത് പ്രണയത്തെക്കാൾ കൂടുതൽ വേറെ ഒരു ബന്ധമുണ്ടാക്കാൻ സാധിക്കും, ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞാൻ ആ വ്യക്തിയുമായിട്ട് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറം അതെന്താണെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയില്ല, പക്ഷെ ഒരു കണക്ഷൻ ഞങ്ങൾ തമ്മിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി കാരണമാണ് ഞാൻ ഇന്ന്
ഇവിടെ നിങ്ങൾ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ആ പെൺകുട്ടി അത്രയും ഇൻസ്പയറിങ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് കൊണ്ടുവന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇതേപോലെ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, പ്രണയത്തെക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആവുന്ന പല വ്യക്തികളുണ്ടായിരിക്കും. ഈവൻ അത് തന്നെയായിരിക്കും നമ്മളുടെ ഭാവി ജീവിത പങ്കാളി എന്നുള്ള ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആവാം, അല്ലാതെ ഇരിക്കാം. എന്നിരുന്നാൽ പോലും അത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ആ പെൺകുട്ടിയോട് എത്ര മിണ്ടി കഴിഞ്ഞാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും മിണ്ടുന്ന ചില വാചകങ്ങൾ പോലും അത്ര രസകരമാണെന്നുള്ളതാണ്. ഓക്കെ, എളുപ്പത്തിൽ നമുക്കൊരു കാര്യം അവർ നിന്നെടുക്കാൻ പറ്റില്ല, അതായത് നമുക്ക് നമ്മളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്നുദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പോകില്ല, നമുക്ക് എന്തെങ്കിലും കാര്യസാധിക്കാൻ വേണ്ടിയിട്ട്, ഇവൻ പടം വരച്ചു തരാനോ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതി തരാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരടുത്ത് പോകുമ്പോൾ മൈൻഡ് ചെയ്യാറ് പോലില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ മാറ്റിയെടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്, അത്രമാത്രം ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഞാൻ ഒരുപാട് മാറാൻ തുടങ്ങി. അതായത് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇന്ന് ഞാനും ആ ഒരു പെൺകുട്ടിയെ പോലെ ഒരു ഇൻസ്പയറിങ് ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ കഥ ഷെയർ ചെയ്യാൻ തോന്നിയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഉണ്ട്, അവർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്, അവരുടെ ജീവിതത്തിലില്ല, അവർ ഇട്ടിച്ചു പോയി, അതാലോചിച്ച് ഞാൻ സമയം കളയുന്നു എന്ന മൈൻഡിലേക്ക് പോകും. അപ്പം അത് പോയത് കൊണ്ട് ഒരു ഉപകാരമില്ല. അവിടുത്തെ ചെറിയ നല്ല മൊമെന്റ്സ് ഉണ്ടല്ലോ, ആ മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അവരുമായിട്ട് ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇട്ടേച്ച് പോയിട്ട് ആ ആളുമായിട്ട് നമുക്ക് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. പക്ഷേ നമ്മളുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്ത ഒരാൾ പെട്ടെന്ന് നമ്മളെന്ന് അകന്നു പോകുമ്പോൾ, അങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും അതേ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരതേ ലെവൽ നമ്മൾ മാറിയിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്, ആരും ഇതേപറ്റി ബോധം എന്തെങ്കിലും ചിന്തിക്കുന്നില്ല. ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഞാനത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കഥ അവസാനിക്കുന്നില്ല, കുറച്ചുകൂടിയും ഭാഗങ്ങളുണ്ട്, നമുക്ക് അതുകൂടി പറഞ്ഞു തീർക്കാം. അതായത് എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ ഇഷ്ടപ്പെടാനായിട്ട്, പക്ഷെ തിരിച്ചിഷ്ടപ്പെടുന്നില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ പോലും നമ്മളൊരു ദേഷ്യം പോലുമില്ല, സ്നേഹം മാത്രം ആ ഒരു കാര്യത്തിൽ. ഇപ്പോഴും ഞാൻ അവരെ കണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതാണ്, അത്രയും ഇഷ്ടമാണ്. പക്ഷേ തുറന്ന് ഞാൻ പറയില്ല മാത്രം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തുറന്ന് പറഞ്ഞാലുണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് അത്രയും വലുതാണ്. അപ്പോൾ നമ്മളുടെ ബോണ്ടിങ് കുറയുന്നതാണ്. അതേ സമയത്ത് അതും നല്ലൊരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ അപ്രോച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഞാനത് പിൻവലിച്ചിട്ടത് പല കാരണങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലും ഇത് കേൾക്കുന്ന ആൾക്കാരിലും അത്ര ആൾക്കാരുണ്ട്, പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞാൽ പോകും എന്നുള്ളൊരു ഭയം കൊണ്ട് ചെയ്യാറില്ല. അത് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോഴും ആ ഒരു കണക്ഷൻ ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല സത്യം എന്താണെന്നുള്ളത്, അറിയുമില്ല, അറിയാനും പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പോഴും അവരുടെ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ സന്തോഷമാണ് എനിക്ക്. കാരണം വെച്ചാൽ ആ ഒരു കാരണത്താലാണ് ഞാൻ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, വലിയ അച്ചീവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ അച്ചീവ്മെന്റിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആശ്വാസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ആ കാര്യത്തിൽ. ഓക്കെ, അപ്പം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീഡിയോ കൂടി ഞാൻ എപ്പോഴും കാത്തിരിക്കും. കാരണം വെച്ചാൽ കാണുമ്പോൾ സന്തോഷമാണ്, ഒരു കമൻ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ലൈക്ക് അടിച്ച് പോയ ഒരു സംതൃപ്തിയാണ് നമുക്ക് സംബന്ധിച്ചോളം. ഓക്കെ, അതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഇല്ലാത്ത പോലെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾ രസിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. രസിപ്പിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രസകരമായിട്ടുള്ള ലവ് പോഡ്കാസ്റ്റുമായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക് യു.